പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മാധ്യമ സിൻഡിക്കേറ്റുകാരെന്ന് പറയുന്ന പാർട്ടീസ് എന്തൊക്കെ നുണകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വലിയ ജലക്ഷാമം അനുഭവപ്പെടുന്ന എലപ്പുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ബ്രൂവറി തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇവിടെ മനോരമ മുതൽക്ക് ദീപിക വരെയും, മാധ്യമം മുതൽക്ക് സിറാജ് വരെയും, മാതൃഭൂമി മുതൽക്ക് ജന്മഭൂമി വരെയുമുള്ള പത്രങ്ങൾ അടിച്ചുവിടുന്നത്. കേരളകൗമുദി പോലും ഈ ഒരു ദുഷ്പ്രചരണത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള വസ്തുത. പക്ഷെ നേരത്തെ അറിയിക്കുന്ന ദേശാഭിമാനി വായിച്ചിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതല്ല. എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്നത് ബ്രൂവറി അല്ല, അത് എത്തനോൾ ഫാക്ടറിയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇത് ബ്രൂവറിയാണ് എന്നാണ് നമ്മുടെ ബിനോയ് വിശ്വം പോലും തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന സഖാക്കളെ ഈ ധീര സഖാവ് ഗുണദോഷിച്ചത്. ബ്രൂവറിക്ക് അനുമതി കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടി വിശദമായി ആലോചിക്കേണ്ടതായിരുന്നു എന്ന് തീരുമാനിച്ചു. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി ആ ബ്രൂവറി പാലക്കാടിൻ്റെ അല്ലെങ്കിൽ എലപ്പുള്ളിയുടെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല, വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ തീരുമാനിച്ചു. ആ തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ പാർട്ടി ഇത് ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിച്ചു. നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഇതേ നിലപാട് സ്വീകരിച്ചു. ഇവരൊക്കെ തെറ്റിദ്ധരിച്ചത് ഇത് ബ്രൂവറിയാണ് എന്നാണ്. സത്യത്തിൽ ബ്രൂവറി അല്ല, ഇത് എഥനോൾ ഫാക്ടറിയാണ്. എഥനോൾ എന്താണെന്ന് ചോദിക്കുന്നത്, അതൊരു സാധനമാണ്. എഥനോൾ ഫാക്ടറി ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവും യാതൊരു പാരിസ്ഥിതിക ആഘാതവും പാലക്കാട് ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പണിയും തൊഴിലില്ലാതെ നടക്കുന്ന കുറേ ഡിവൈഎഫ്ഐക്കാർക്ക് SFIക്കാർക്കൊക്കെ അവിടെ ജോലി കിട്ടുകയും ചെയ്യും. പിന്നെ ഒയാസിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അവർ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാരാണ്. അവർ പാർട്ടി ഫണ്ടിലേക്ക് നല്ല സംഖ്യ സംഭാവന കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പാണെങ്കിൽ അടുത്ത് വരികയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടനെ വരും, അതിൻ്റെ പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആ സമയത്ത് ഇവരുടെ ആരും ഭാര്യ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടല്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അതിനൊക്കെ പാർട്ടി ഫണ്ട് കണ്ടെത്തണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫാക്ടറികൾ ആരംഭിക്കുന്നത്, വ്യവസായവൽക്കരണം ത്വരിതമാക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വ്യവസായവും ഏതാണ് നിക്ഷേപക സംഗമം അഥവാ നിക്ഷേപക ഉച്ചകോടി ഈ വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്ത സമയത്ത് കുംഭമാസത്തിൽ നടത്തിയത്. അപ്പോൾ ഈ വ്യവസായികൾ സംരംഭകരുമായിട്ടുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ വരണം. കാരണഭൂതൻ്റെ ഭരണം കണ്ട് കോരിത്തരിച്ച് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നല്ല സംഭാവന തരണം. പിന്നെ സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത്രയുള്ളൂ ഉദ്ദേശം. അപ്പോൾ എഥനോൾ ഫാക്ടറിയെക്കുറിച്ച് ഈ നടത്തിയിരുന്ന ദുഷ്പ്രചരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് ദേശാഭിമാനി വളരെ കാര്യകാരണ സഹിതം തെളിയിച്ചിട്ടുണ്ട്. ഒന്നാമത്, എലപ്പുള്ളിയിൽ ശുദ്ധജലത്തിന് യാതൊരു ക്ഷാമവുമില്ല. കോടാനുകോടി ലിറ്റർ വെള്ളം അവിടെ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മലമ്പുഴ അണക്കെട്ടിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, അതിനേക്കാളൊക്കെ വളരെയധികം കൂടുതൽ വെള്ളമുണ്ട്. അപ്പം മലമ്പുഴ അവിടെ ഉള്ളിടത്തോളം കാലം എലപ്പുള്ളിയിലാകട്ടെ സമീപ ഗ്രാമങ്ങളിലാകട്ടെ ശുദ്ധജലത്തിന് യാതൊരു ക്ഷാമം ഉണ്ടാവില്ല. അവിടെ ഉപയോഗിക്കുന്ന ശുദ്ധജലത്തിൻ്റെ, മലമ്പുഴയിലുള്ള ശുദ്ധജലത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ എഥനോൾ നിർമ്മാണത്തിന് ആവശ്യമുള്ളൂ. എഥനോൾ എന്ന് പറഞ്ഞത് തന്നെ ശുദ്ധജലമായിട്ട് വലിയ ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അത് ഉൽപ്പാദിപ്പിക്കാനായിട്ടും ശുദ്ധജലം വേണ്ട, വെള്ളം തന്നെ വേണ്ട. അത് ദുഷ്പ്രചരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒയാസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മരുപ്പച്ച എന്നാണ്. മരുഭൂമിയിലും മരുപ്പച്ച പോലെയാണ് എലപ്പുള്ളിയിൽ ഈ ബ്രൂവറി അല്ല, എഥനോൾ ഫാക്ടറി. അപ്പോൾ എഥനോളിനെ കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകർ പാലക്കാട് ജില്ലയിലെ ഓരോ വീട്ടിലും ഗ്രാമാന്തരങ്ങളിൽ വീടുകൾ സന്ദർശിച്ച് നാട്ടുകാർക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഏതായാലും ബിനോയ് വിശ്വത്തിൻ്റെ തെറ്റിദ്ധാരണ മാറി എന്ന് ഞാൻ വിചാരിക്കും. വീരേന്ദ്രകുമാർ മരിച്ചുപോയി, മകൻ്റെയും പിന്നെ വർഗീസ് ജോർജ് ആദികളുടെയും ഒക്കെ തെറ്റിദ്ധാരണ നീങ്ങിക്കാണും. ഈ ബ്രൂവറിയോട് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. ബ്രൂവറി വേണ്ട, എഥനോൾ ഫാക്ടറി അത്യാവശ്യമാണ്. കാരണം കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിനും പാർട്ടി ഫണ്ടിൻ്റെ ശാക്തീകരണത്തിനും ഈ സംരംഭം അനിവാര്യമാണ്. അതില്ലാതെ നമുക്കൊരടി പോലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. മാത്രമല്ല, ഇവിടെ ഉണ്ടാക്കുന്ന ഈ എഥനോൾ അടിച്ചു കഴിഞ്ഞാൽ പാർട്ടി നേതാക്കന്മാർ അഡിക്റ്റായി പോകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ അഡിക്റ്റ് ആവുന്ന ഒരു കാലത്തിന് വേണ്ടി, ആ ഒരു സുവർണ്ണകാലത്തിന് നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. എഥനോൾ ഫാക്ടറി നീണാൾ വാഴട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.